സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ വരവ് ആഘോഷമാക്കുകയാണ് തലസ്ഥാന നഗരിയിലെ അമൃതശ്രീ കുടുംബാംഗങ്ങൾ. ദിവസങ്ങളായി കൈമന മഠത്തിൽ നടന്നുവരുന്ന ഒരുക്കങ്ങളുടെ ഭാഗമാവുകയാണ് ഇവർ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾ. അമ്മയെ കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ അമൃതശ്രീ കുടുംബാംഗങ്ങൾ. 5 വർഷങ്ങൾക്ക് ശേഷമാണ് അനന്തപുരിയെ അനുഗ്രഹീതമാക്കാൻ അമ്മയെത്തുന്നത്. അമ്മയുടെ ഈ വരവ് ആഘോഷമാക്കാൻ ഗൃഹസമ്പർക്ക പരിപാടി, കലവറ നിറയ്ക്കൽ എന്നിങ്ങനെ അനവധിയായ പ്രവർത്തനങ്ങളിൽ ഭക്തിപൂർവ്വം ഏർപ്പെടുകയാണിവർ. എല്ലാ വീടുകളിലും ഗ്രൂപ്പായിട്ട് പോയിട്ട് ക്ഷണിക്കും. അമ്മ വരുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വരണം, കുടുംബസഹിതം വരണം. ശനി ഞായർ അമ്മ ഇവിടെ ഉണ്ട്. കലവറ നിറയ്ക്കൽ, ഓരോ അവരുടെ വീട്ടിലുള്ള വാഴക്കൊലകളും, കൃഷി ചെയ്ത വാഴക്കൊലകളും, ചേന, കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം അമ്മ മക്കൾ കൂടിയിട്ട് അർച്ചന ചെയ്ത് അഷ്ടോത്തരം ചെയ്ത് പിന്നെ അത് അമ്മയ്ക്ക് പ്രസാദമായിട്ട്. നോട്ടീസ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ തന്നെ കവർ വാങ്ങിച്ച് അഡ്രസ്സ് തരും. ഇവിടുന്ന് അത് വെച്ച് ഒട്ടിച്ച് എല്ലായിടത്തും ആ അഡ്രസ്സ് മുഴുവനും അയക്കും. 2018 മുതൽ തൊഴിൽ രഹിതരായ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി തിരുവനന്തപുരത്ത് അമൃതശ്രീയുടെ യൂണിറ്റുകൾ ആരംഭിച്ചു. 6000-ഓളം അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന 600 യൂണിറ്റുകളാണ് തിരുവനന്തപുരത്ത് നിലവിലുള്ളത്. സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ അമൃതശ്രീ യൂണിറ്റുകൾ ഇവരെ പ്രാപ്തരാക്കുന്നു. ഞങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കയ്യിലിരുന്ന് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതൊന്നും വീട്ടുകാരുടെ അടുത്ത് ചോദിക്കാതെ തന്നെ നമ്മളിതിൽ നിന്ന് കണ്ടെത്തുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയാണ് അമ്മ അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങൾക്ക് തുടക്കമിട്ടത്. ഇക്കൊല്ലവും അമൃതശ്രീ കുടുംബാംഗങ്ങൾക്ക് അമ്മ പ്രവർത്തന മൂലധനവും വസ്ത്രങ്ങളും നൽകും. അമ്മ തന്ന അത് തന്നെയാണ് നമുക്ക് വീണ്ടും ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കും അത്യാവശ്യ സമയത്ത് ഇതിൽ നിന്ന് തന്നെ നമ്മൾ രൂപയെടുത്ത് ബാക്കി കാര്യങ്ങൾ ആരോടും ചോദിക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു സമ്പാദ്യം. ആശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും അമൃതശ്രീ കുടുംബാംഗങ്ങൾ സജീവമാണ്. അമ്മയെ സേവിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും ഭാഗ്യമായാണ് ഇവർ കരുതുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.